യെസ്, വീണ്ടും നമ്മൾ കൊച്ചിയിലേക്ക് പോവുകയാണ്. അവിടെ കടവന്ത്ര സ്റ്റേഡിയത്തിൽ ബോംബ് സ്ക്വാഡിന്റെ പരിശോധനയുണ്ടായിരുന്നു. അതിലൊരാൾ കസ്റ്റഡിയിലായിട്ടുണ്ടെന്നാണ് അറിയുന്നത്. എസൻസ് ഗ്ലോബൽ വിഷൻ പരിപാടിക്കിടെ റൈഫിളുമായി ഒരാൾ എത്തിയതിന് പിന്നാലെയാണ് പരിശോധന നടന്നത്. അവിടെ പരിപാടിക്ക് പങ്കെടുക്കാൻ എത്തിയവരെ സ്റ്റേഡിയത്തിന് പുറത്തിറക്കിയായിരുന്നു ബോംബ് സ്ക്വാഡിന്റെ പരിശോധന നടന്നത്. വിവരങ്ങൾ ലിഡിയ ജേക്കബ് നൽകും. ലിഡിയ, ആരാണ് കസ്റ്റഡിയിലായത്? റൈഫിളുമായി എത്തിയ ആൾ തന്നെയാണോ? അവിടെ കടവന്ത്ര സ്റ്റേഡിയത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. അവിടെ ഇപ്പോൾ വീണ്ടും പരിശോധനയ്ക്ക് പിന്നാലെ ആളുകൾ ഈ പരിപാടിയിലേക്ക് വീണ്ടും അകത്തേക്ക് പ്രവേശിക്കാൻ നോക്കിയെന്നാണ് മനസ്സിലാകുന്നത്. ബോംബ് സ്ക്വാഡിന്റെ പരിശോധന പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടെന്ന് കരുതുന്നു. ഒരാളെ കസ്റ്റഡിയിലെടുത്തതായും വിവരങ്ങളുണ്ട്. അവിടെ ഈ പരിപാടിക്കായി എസൻസ് ഗ്ലോബൽ വിഷൻ പരിപാടിക്കിടെയാണ് റൈഫിളുമായി ഒരാൾ അവിടെ എത്തിയത്. അവിടെ അകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായുള്ള സ്വാഭാവികമായ ഒരു പരിശോധനയുണ്ടായിരുന്നു. ആ പരിശോധനയിലായിരുന്നു ഇയാളുടെ കൈവശം റൈഫിൾ ഉള്ളതായി കണ്ടെത്തിയത്. അത് ലൈസൻസ് ഉള്ള റൈഫിളാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അത് എന്തിനാണ് ഇയാൾ ഈ റൈഫിളുമായ പരിപാടിക്ക് വന്നത് എന്ന ഒരു ചോദ്യമുണ്ട്, ആശങ്കയുണ്ട്. അതിന് പിന്നാലെയായിരുന്നു അവിടെ ബോംബ് സ്ക്വാഡിന്റെ പരിശോധന. അങ്ങനെ ഒരു ഭീഷണി സന്ദേശം ലഭിച്ചതായുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതോടുകൂടിയാണ് ആളുകളെയൊക്കെ പുറത്തേക്ക് ഇറക്കുകയും പരിപാടി അല്പസമയം നിർത്തിവെക്കുകയും ഒപ്പം അവിടെ കടവന്ത്ര സ്റ്റേഡിയത്തിനകത്ത് വിശദമായ ബോംബ് സ്ക്വാഡിന്റെ പരിശോധന നടത്തുകയും ചെയ്തത്. വിവരങ്ങൾ ലിഡിയ നൽകും. ലിഡിയ, ഇപ്പോൾ എന്താണ് അവസ്ഥ? പരിശോധന പൂർത്തിയാക്കിയോ? ആരാണ് കസ്റ്റഡിയിലെടുത്തത്? ആരാണ് കസ്റ്റഡിയിൽ എടുത്തത് എന്നതിനെ സംബന്ധിച്ച് ആരെയാണ് കസ്റ്റഡിയിലെടുത്തതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങളില്ല. അല്പസമയത്തിനുള്ളിൽ അത് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ പരിശോധന ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. മുഴുവനായി പൂർത്തിയായി എന്ന് പറയാനാകില്ല. ആളുകളെ മെല്ലെ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് കയറ്റി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഏകദേശം 7000 ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ പരിപാടിയാണ്. കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നുമുള്ള ആളുകൾ എത്തുന്നുണ്ട്. അത്തരത്തിൽ വലിയ പരിപാടി 7000 ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയിൽ ഈ രജിസ്ട്രേഷൻ അടക്കം നടത്തിയാണ് ആളുകളെ ഉള്ളിലേക്ക് കയറ്റി വിട്ടുകൊണ്ടിരുന്നത്. അത്തരത്തിൽ ഉള്ളിലേക്ക് ഏകദേശം 10 മണിയോടെ പരിപാടി തുടങ്ങി ഉള്ളിലേക്ക് ആളുകളെ കയറ്റി വിട്ടു. അതിനുശേഷം ഏകദേശം ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു അറിയിപ്പ് ഈ ആളുകൾക്ക് ലഭിക്കുന്നു. ഇത്തരത്തിൽ തസ്ലീമ നസ്രിനടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയായതിനാൽ പരിശോധന ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും പുറത്തിറങ്ങണം എന്നുള്ള ഒരു ഇൻഫർമേഷൻ ആയിരുന്നു ആളുകൾക്ക് നൽകിയിരുന്നത്. അതിനെ തുടർന്ന് ആളുകളെ എല്ലാവരെയും പുറത്തിറക്കുകയായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ 7000-ഓളം ആളുകൾ ഈ ഇൻഡോർ സ്റ്റേഡിയത്തിനുള്ളിൽ ഉണ്ടായിരുന്നു. മുഴുവൻ ആളുകളെയും പുറത്തിറക്കി ബോംബ് സ്ക്വാഡ് അടക്കമുള്ള വന്ന് പോലീസിന്റെ നേതൃത്വത്തിൽ വ്യാപകമായിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു പരിശോധന നടത്തി. അത്തരത്തിൽ ബോംബ് സ്ക്വാഡ് അടക്കം നടത്തിയ പരിശോധനയിൽ ബോംബ് സ്ക്വാഡ് അടക്കം വന്നതിനെ തുടർന്ന് ആളുകൾ വലിയ രീതിയിലുള്ള ഒരു പരിഭ്രാന്തരാവുകയുണ്ടായി. കാരണം ഇത്രയും ആളുകളെ പങ്കെടുപ്പിച്ച് നടത്തുന്ന ഒരു പരിപാടിയാണ്. എന്തുകൊണ്ടാണ് ബോംബ് സ്ക്വാഡ് എത്തിയതെന്ന തരത്തിലുള്ള സംശയങ്ങൾ ആളുകൾക്കിടയിൽ ഉയരുകയും അത് ഒരു വലിയ പരിഭ്രാന്തിക്ക് കാരണമാവുകയും ചെയ്തു. പക്ഷേ പോലീസ് പറയുന്നത് ഈ രജിസ്ട്രേഷന്റെ സമയത്ത് ഈ ബൗൺസേഴ്സ് ഈ വന്ന ആളുകളെ ചെക്ക് ചെയ്യുമ്പോൾ ഒരു റൈഫിളുമായി എത്തിയ ഒരാളെ കണ്ടെത്തുകയും അതിനെ തുടർന്നുണ്ടായ ഒരു പരിശോധനയുടെ ഭാഗമായാണ് ഇത്തരത്തിൽ മുഴുവൻ ബോംബ് സ്ക്വാഡ് അടക്കം എത്തി ഇത്തരത്തിലൊരു പരിശോധന നടത്തുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. അയാളെയാണ് നിലവിൽ പിടികൂടിയുള്ള അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അയാളുടെ പേര് വിവരങ്ങളോ മറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ലഭ്യമല്ല. ലൈസൻസ് ഉള്ള തോക്കാണ് എന്ന് വിവരം ലഭിക്കുന്നുണ്ട് നിലവിൽ. പക്ഷെ അതിനെ സംബന്ധിച്ചും കൃത്യതയില്ല എന്നുള്ളത് കൂടിയാണ്. പക്ഷെ എന്നാൽ കൂടിയും ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ എന്തിന് തോക്കുമായി വന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം വലിയ പ്രമുഖരായിട്ടുള്ള പല വ്യക്തിത്വങ്ങളും പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. തസ്ലീമ നസ്രിനടക്കം വീണ്ടും കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് ആളുകളെ പ്രവേശിപ്പിച്ചു തുടങ്ങിയിരിക്കുകയാണ്.